നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 1.5 മാസത്തിനുള്ളിൽ 20,000-ഓളം പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കിയതായി കുവൈറ്റ് അധികൃതർ അറിയിച്ചു. 2021 ജനുവരി 12 മുതൽ മാർച്ച് 7 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിൽ 19,995 പ്രവാസികളുടെ വർക്ക് പെർമിറ്റുകൾ ക്യാൻസൽ ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിക്കുകയുണ്ടായി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ യാത്രാ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ കുടുങ്ങിയതിനാൽ റെസിഡന്റ് വിസ കാലാവധി കഴിഞ്ഞതാണ് പലരുടെയും വർക്ക് പെർമിറ്റ് റദ്ദായത്. 12,391 പേർക്കാണ് ഈ രീതിയിൽ തൊഴിൽ വിസ നഷ്ടമായതെന്നും അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ്. 6,245 പേർ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുമുണ്ട്. 100ഓളം പേർ തൊഴിൽ മാറ്റത്തിലൂടെ പുതിയ വർക്ക് പെർമിറ്റ് സമ്പാദിക്കുകയും ചെയ്തു. കുവൈറ്റിലെ പ്രവാസികളിൽ ഓരോ മണിക്കൂറിലും 12 പേർ എന്ന തോതിൽ തൊഴിൽ മാർക്കറ്റ് വിടുന്നതായി അതോറിറ്റി കഴിഞ്ഞ ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ ഏറെ പേരും കോവിഡിന്റെ പശ്ചാത്തലത്തിലുണ്ടായ തൊഴിൽ പ്രതിസന്ധി കാരണം രാജ്യവിടാൻ നിർബന്ധിതരായതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് നടപ്പിലാക്കിയ യാത്രാ നിരോധനം കാരണം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് സ്വന്തം നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇതിനു പുറമെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ കുവൈറ്റിലേക്കുള്ള വഴിയിൽ ദുബായ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലും കുടുങ്ങിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ മൂന്നാമതൊരു രാജ്യത്ത് 2 ആഴ്ച ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥ പാലിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ പെട്ടെന്ന് പ്രഖ്യാപിച്ച സമ്പൂർണ്ണ യാത്രാ നിരോധനം ഇവരെ ഏറെ ദുരിതത്തിലാക്കുകയായിരുന്നു. കുവൈറ്റ് യാത്രാ നിരോധനം അടുത്ത കാലത്തൊന്നും പിൻവലിക്കാൻ സാധ്യതയില്ലെന്ന കണക്കുകൂട്ടലിൽ അവരിൽ പലരും നാടുകളിലേക്ക് മടങ്ങിയിരുന്നു. ഇതുകൂടാതെ കർഫ്യൂ ഉൾപ്പെടെയുള്ള കടുത്ത നിർദ്ദേശങ്ങളാണ് കുവൈറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഭാഗിക കർഫ്യൂ മാത്രമാണെങ്കിൽ ഇനിയും രോഗബാധ കൂടുകയാണെങ്കിൽ മുഴുവൻ സമയ കർഫ്യൂവിനും സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.